ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഈ 13 സാധനങ്ങളും ഈ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാനുണ്ട്, പോയി നോക്കാനാണ്. അങ്ങനെയാണ് നമ്മളുടെ കോഴിക്കോട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വന്നത്. എന്താ സ്ഥിതി ഇവിടെ വന്നപ്പോൾ? ഒരു സാധനമൊന്നുമില്ല. മല്ലിയുണ്ട്, പച്ചരിയുണ്ട്, സബ്സിഡിൻ്റെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സബ്സിഡി അരി വാങ്ങാനാണോ വന്നത്? അരിയിൽ പഞ്ചസാരയില്ല, അരി വാങ്ങിച്ചാൽ. സബ്സിഡി സാധനങ്ങളൊന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അത് 2-3 ഉയിന് പരിപ്പ് അങ്ങനെയൊക്കെ 3-4 ഐറ്റം മതി. എന്താണ് സബ്സിഡി സാധനങ്ങൾ നോക്കി വന്നാണോ? സബ്സിഡി സാധനം നോക്കി വന്നാണ്. ഒന്നുമില്ല, ഒരു സാധനമില്ല ഇവിടെ. ഇപ്പൊ എന്താ ചെയ്യാ, ശരിക്കും സർക്കാർ ഇത് ഓണടിപ്പിച്ചിട്ടെല്ലാം കൊടുക്കണ്ടല്ലേ സംഭവം. വെള്ളത്തിന് വില കൂടി, ഗ്യാസിന് വില കൂടി, വെള്ളത്തിന്. 2023 ഓഗസ്റ്റ് 8 മാതൃഭൂമി ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ടാണ് നിങ്ങൾ കാണുന്നത്. 2023 ഓഗസ്റ്റിൽ 8 മാതൃഭൂമിയിൽ വന്ന ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇന്ന് സഖാക്കളുടെ പ്രൊഫൈലുകളിൽ നിന്ന് വലിയ രീതിയിൽ ഇങ്ങനെ എന്താക്കുന്നുണ്ട്, ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു വീഡിയോ, ഈ ഒരു വിഷ്വൽ സഖാക്കളുടെ പ്രൊഫൈലുകളിൽ നിന്ന് നിരന്തരമായി ഒരുപാടധികം സൈബർ സഖാക്കളുടെ പ്രൊഫൈലുകളിൽ നിന്ന് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു രാകേഷ് തത്ത എന്ന് പറയുന്ന ഒരു സഖാവ്, ആ സഖാവ് ഷെയർ ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ തീട്ടം നക്കിയവർക്ക് ആ തീട്ടം, ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ ആളില്ലല്ലോ, പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലില്ല. അപ്പോൾ അവിടുന്ന് ആ തീട്ട വിതരണം നിലച്ചു പോയപ്പോൾ ഉണ്ടായ ഒരു വല്ലാത്ത വെപ്രാളത്തിൽ നിന്നാണ് സഖാക്കൾ പലതും പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞ 10 വർഷക്കാലം അതിങ്ങനെ തിന്ന് നടന്നതുകൊണ്ട് ഇവറ്റുകളുടെ ബുദ്ധി ആകപ്പാടെ അത് എന്തായിട്ടുണ്ട്, ഒരു നെഗറ്റീവ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രാകേഷ് ദത്ത എന്ന് പറയുന്ന സഖാവ് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ആ വീഡിയോക്ക് ഒരു ക്യാപ്ഷൻ എഴുതി. എന്താണ്? ഇനിയും വേണോ വിസ്മയം, ഇനിയും വിസ്മയം വേണോ, എന്നിട്ട് അണ്ണാക്ക് തുറന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇമോജിയും. ഇനിയും വിസ്മയം വേണോ എന്നുള്ളതാണ് ചോദ്യം. ഇനിയും വിസ്മയമൊന്നും വേണ്ട സഖാക്കളെ. കാരണം ഇത് കണ്ടിട്ട് വിസ്മയമല്ല, കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കണോ, ഈ ഷെയർ ചെയ്യുന്നവൻ്റെ ബുദ്ധി എത്രത്തോളം ഇരിക്കും. ഇവൻ ഷെയർ ചെയ്ത ആ വീഡിയോയിൽ അങ്ങനെ കിടക്കുകയാണ്. 2023 ഓഗസ്റ്റ് 8 ഡേറ്റ് അടക്കം അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതവിടെ കിടന്നിട്ടും ഇത് പിണറായി വിജയൻ്റെ കാലത്തെയാണ്. ഈ വീഡിയോ ഷെയർ ചെയ്താൽ തിരിച്ചടിയാവുന്നത് പിണറായി വിജയനാണ്, സഖാക്കൾക്കാണ്, സ്വയമേ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ അറ്റ്ലീസ്റ്റ് ആ വീഡിയോയിൽ, ഇനിയിപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് ക്രോപ്പൊക്കെ ചെയ്ത് ആ ഡേറ്റും സമയമൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്ത് ആ വിഷ്വല് മാത്രം ആ ഡേറ്റൊക്കെ ഒന്ന് മറച്ചു വെച്ചിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെയും വിശ്വസിക്കായിരുന്നു. ഇത് ആ ഡേറ്റ് അടക്കം 2023 ഓഗസ്റ്റ് 8 എന്നുള്ള ഡേറ്റ് അടക്കം പോസ്റ്റ് ചെയ്തിട്ട് ചോദിക്കുകയാണ് ഇനിയും വിസ്മയം വേണോന്ന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ കാര്യം പറഞ്ഞത്, ഇതിപ്പോൾ ഇത് ഒരാളുടേതല്ല, ഒരുപാടധികം സഖാക്കളുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആളുകളുള്ളതല്ല കേട്ടോ. ഇതൊക്കെ ഈ AKG സെൻറ്ററിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന വ്യാജ പ്രൊഫൈലുകളാണ്. ആ വ്യാജ പ്രൊഫൈലുകളിൽ ഇത് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇവറ്റുകൾക്ക് ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലേ എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ബുദ്ധി എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലേ എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സതീശനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ, സതീശൻ മോശക്കാരനാണെന്ന് പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ, അല്ലെങ്കിൽ സതീശൻ്റെ ഗവൺമെൻറ് അത് പരിതാപകരമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ പ്രചരിപ്പിക്കുക. എന്നിട്ട് ആ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ ആ വീഡിയോ ഉള്ളത് എപ്പോഴെത്തിയ അതൊരു ന്യൂസ് റിപ്പോർട്ടാണ്, ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു ന്യൂസ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രചരിപ്പിക്കുമ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് ഈ ഡേറ്റും സമയമൊക്കെ ഉണ്ട്. അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡേറ്റും സമയമൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഡേറ്റും സമയമൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അപ്പോൾ അതുപോലും ചെയ്യാൻ ബുദ്ധിയില്ല.
അല്ലാതെ ഇപ്പം നമ്മൾ എന്താ പറയേണ്ടത്? ബുദ്ധി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ചെയ്യുന്നത് ഈ പറയുന്ന ചെറ്റത്തരാണ്, ഒരു വ്യാജ ഏർപ്പാടാണ് ചെയ്യണത്. അപ്പം അത് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് കാണിക്കാനുള്ള ഒരു മാന്യത അത് വേണ്ടേ? ഞാനിത് ചെയ്യുന്നത് ഒരു തെമ്മാടിത്തരാണ്, പിടിക്കപ്പെടരുത് എന്നുള്ള ഒരു ചിന്താഗതി. ആ ഡേറ്റും സമയമൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്താൽ മതിയായിരുന്നു. അതുപോലും ചെയ്യാൻ ബുദ്ധിയില്ലാത്ത കുറേ എണ്ണം ഇനിയും വിസ്മയം വേണമെന്നാ. അപ്പം നമുക്കൊരു കാര്യം എന്ത് മനസ്സിലായി? വിസ്മയങ്ങൾ, യഥാർത്ഥ വിസ്മയങ്ങൾ കണ്ടിട്ട് ഈ സഖാക്കളൊക്കെ കുരുപൊട്ടിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമായല്ലോ. ഇനിയിപ്പോൾ അതിൽ സംശയമൊന്നുമില്ലല്ലോ. അല്ലാതെ ഇപ്പോൾ 2023 പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അന്ന് ജി ആർ അനിൽ ഭക്ഷ്യമന്ത്രി ആയിരുന്ന കാലത്ത്, LDF ഭരിച്ചിരുന്ന കാലത്ത് അന്നത്തെ സപ്ലൈകോയിലെ ഒരു റിപ്പോർട്ട്, സാധനങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല, അവശ്യ വസ്തുക്കളില്ല, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഇല്ല, ഒന്നും തന്നെ ഇല്ലാതെ കാലിയായി കിടക്കുന്ന, ജനങ്ങൾ വന്നിട്ട് സാധനങ്ങളില്ലാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായിട്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ വീഡിയോ എടുത്തിട്ട് ഇത് 2026 സതീശൻ ഭരിക്കുമ്പോഴുള്ള കാലത്തെയാണ് എന്ന് പറയാൻ തൊലിക്കട്ടി കുറച്ചൊന്നും പോരല്ലോ. മതിയോ? ചില്ലറ തൊലിക്കട്ടി മതിയാവോ? അപ്പോൾ അത് ചെയ്യുന്നത് എന്താ? ഇപ്പം ഇന്ന് നിങ്ങൾ നോക്കൂ, സതീശൻ ഭരിക്കുമ്പോൾ ഇനിയിവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇതേ കാലയളവിലാണ് ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു സപ്ലൈകോയിലെ ഒരു ജീവനക്കാരൻ ഈ വിലവിവര പട്ടികയിൽ ഈ എസൻഷ്യൽ കമ്മോഡിറ്റികൾ ഇല്ലാത്ത കോളത്തിൽ ഇല്ല 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 എന്ന് എഴുതി വെച്ചു. പിണറായി വിജയൻ ആ വ്യക്തിയെ അവിടെ നിന്ന് പുറത്താക്കി. ഇന്നലെ ആ വ്യക്തിക്ക് വീണ്ടും പുനർനിയമനം നൽകിയിരിക്കുകയാണ്. ഇന്നലെ ആ വ്യക്തിക്ക് പുനർനിയമനവും നൽകി. ഇന്നലെ സപ്ലൈകോയിൽ നിന്ന് മറ്റൊരു വാർത്തയും വന്ന് എന്താണ്? ഇന്നലെ ഉച്ചവരെയുള്ള സപ്ലൈകോയുടെ വിറ്റുവരവ് തന്നെ 422 കോടി 17 ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് ഈ ഓണക്കാലയളവിൽ ഇന്നലെ വരെ ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള റിപ്പോർട്ട്. അതിനുശേഷമുള്ളതും ബാക്കിയുള്ളതൊന്നും വന്നിട്ടില്ല, അത് വരും. അപ്പോൾ വിസ്മയങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ, യഥാർത്ഥ വിസ്മയങ്ങൾ കണ്ടപ്പോൾ കേരളത്തിൽ നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇങ്ങനെ ഒരു സെയിൽ നടന്നിട്ടില്ല. അപ്പോൾ ആ സെയിൽ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സാധനങ്ങളൊക്കെ ഉണ്ടായും ചെയ്ത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ വിസ്മയങ്ങളിൽ പതറിപ്പോയി, അസൂയ പൂണ്ട്, കോപാകുലരായി എന്ത് ചെയ്യണം എന്നറിയാതെ വന്നപ്പോഴാണ് സഖാവ് പഴയ പിണറായി കാലത്തെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ട് അത് സതീശൻ്റെ കഴിവുകേടാണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചതാ. പക്ഷേ ആ ഡേറ്റെങ്കിലും ഒന്ന് ക്രോപ്പ് ചെയ്യായിരുന്നു. അതാണ് സഖാക്കളുടെ അവസ്ഥ. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന സഖാക്കൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇവർ തന്നെ എന്താക്കും? രാവിലെ എന്തെങ്കിലും ഒരു വ്യാജം കൊണ്ടുവരും. ഒരു ബുദ്ധി വേണ്ടേ? കാരണം ഇതൊരു എസ്പെഷ്യലി എന്താ പറയണ്ടേ, ഒരു ഡിജിറ്റൽ യുഗം എന്ന് മാത്രമല്ല AI കാലഘട്ടമാണ്. എന്തും കണ്ടുപിടിക്കാനും എന്തും മനസ്സിലാക്കാനും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും വളരെ ഈസിയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇമാതിരി വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവറ്റകളുടെ ബുദ്ധി എവിടെ വരെ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആർക്കും വേണ്ട എന്നുള്ളതാണ്. എന്താണെങ്കിലും വ്യാജങ്ങൾ രാവിലെ ഇറക്കുന്നതൊക്കെ വൈകുന്നേരമാകുമ്പോൾ പൊളിയുന്നുണ്ട്. ഈ പൊളിയുന്നതിനെ കുറിച്ച് ഇപ്പം ഇന്നലെ ഒരു എന്താ പറയേണ്ടത്, ഓണ ആശംസ നേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ 100 ദിനം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങൾക്കൊരു ലേഖനം എഴുതി നൽകിയിരുന്നു. ആ മാധ്യമങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ, ഏറ്റവും ലാസ്റ്റിലെ പാരഗ്രാഫിൽ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനതൊന്ന് വായിക്കാം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കും. ആർക്കും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം. അതിൽ കഴമ്പുണ്ടെങ്കിൽ തിരുത്താൻ സർക്കാരിന് മടിയില്ല. പക്ഷേ നിക്ഷിപ്ത താല്പര്യത്തോടെ സർക്കാരിനെ കളങ്കപ്പെടുത്താനോ വളർന്നിട്ട് ആക്രമിക്കാനോ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും. 3 മാസം പ്രായമാകുന്നതിന് മുൻപേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിച്ചത്. അവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും 24 മണിക്കൂർ ആയുസ്സുണ്ടായില്ല. മാധ്യമ വാർത്തകൾ സർക്കാർ ഇടപെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ചു എന്നത് നീചമായ പ്രചരണമായിരുന്നു. സർക്കാർ ഇടപെട്ടിട്ടേയില്ലെന്ന് മെറ്റ ഔദ്യോഗികമായി വിശദീകരണം നൽകിയതോടെ വ്യാജ പ്രചാരകർക്ക് ഇനി എന്ത് പറയാനുണ്ട്?
സമരം ചെയ്യുന്നവരാരും സർക്കാരിൻ്റെ ശത്രുക്കളല്ല. ആരെയും തുറന്ന മനസ്സോടെ കേൾക്കും. ഏത് പ്രശ്നവും പരിഹരിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യും. പക്ഷേ ഒരു സമ്മർദ്ദ ശക്തിക്ക് മുന്നിലും സർക്കാർ കീഴടങ്ങില്ല. ജനങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന സഖാക്കളെല്ലാം വലിയ വിഷമത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. അതാണല്ലോ ഇമാതിരി പൊട്ടത്തരങ്ങൾ ഇവറ്റുകൾ ചെയ്തു കൂട്ടുന്നത്. അതാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. 24 മണിക്കൂർ ആയുസ് പോലും ഇല്ലാത്ത വ്യാജങ്ങൾ. രാവിലെ തൊടുത്തു വിടും, ഉച്ചയാകുമ്പോൾ പൊളിയും. ഉച്ചക്ക് തൊടുക്കുന്നത് വൈകുന്നേരം പൊളിയും. അല്പായുസ് പോലും എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. വിതിൻ മണിക്കൂറുകൾ കൊണ്ട് ഒക്കെ പൊളിഞ്ഞ് തരിപ്പണമാകുന്ന വ്യാജങ്ങളുടെ നിർമ്മാണ ഫാക്ടറി ആയിട്ട് AKG സെൻറ്റർ മാറി എന്നുള്ളതാണ് നമ്മൾ ഈ 100 ദിവസം കൊണ്ട് കണ്ടത്. മാത്രമല്ല 100 ദിവസമായി പിണറായി വിജയനെ കേരളം അടിച്ച് താഴെ ഇറക്കിയിട്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഓണക്കാലത്തുണ്ട് എന്നുള്ളതാണ്.